ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ആ സുഹബയെ പോലും നിങ്ങൾക്ക് അതിനെന്ത് സുഹബ? നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കുട്ടികള് ഈ ചിരട്ടയിൽ മണ്ണ് വാരിട്ട് കളിക്കണത് പോലല്ലേ നിങ്ങളിപ്പോ സുഹബ കൊണ്ട് കളിക്കണത്. മുത്ത് റസൂലിന്റെ മുമ്പിൽ സഹാബത്ത് ഇരുന്നതാ സുഹബ, മശായിഖന്മാരുടെ മുമ്പിൽ അവരെ മുരീദന്മാരിരുന്നതാ സുഹബ, മടവൂർ ശൈഖുനാടെ മുമ്പിൽ ശംസുൽ ഉലമ ഇരുന്നതാ സുഹബ, മമ്പുറം തങ്ങളുടെ മുമ്പിൽ ഉമർ ഖാലി തങ്ങൾ ഇരുന്നതാ സുഹബ, ഇടിയങ്ങര ശൈഖിന്റെ മുമ്പിൽ ഖാലി മുഹമ്മദ് തങ്ങൾ ഇരുന്നതാ സുഹബ. ഇവരിപ്പോ ഒരു സുഹബ, ഇവരൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ, ഇവരെ സമസ്തയെ ഡ്യൂപ്ലിക്കേറ്റ്, ഇവരെ പള്ളിപ്പിരിവിലും കാപട്യം ഉണ്ടാക്കുന്ന. മടവൂർ ശൈഖുന പറഞ്ഞിട്ടുണ്ട് പള്ളി ഉണ്ടാക്കിക്കോളാൻ, ജനങ്ങളെ കയ്യിൽ നിന്ന് പൈസ പറ്റിച്ചിട്ട് കള്ളം പറഞ്ഞിട്ട് കാശ് വിരിച്ചിട്ട് കോഴിക്കോട് പട്ടണത്തിൽ 25,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന 40 കോടി രൂപയുടെ പള്ളി ഉണ്ടാക്കുന്നിട്ട് അങ്ങനെ പച്ച കളവും പറഞ്ഞിട്ട് പൈസ പറ്റിച്ചിട്ട് അത് പിടുങ്ങിയിട്ട് അത് ബിസിനസിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അതുകൊണ്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് പള്ളി ഉണ്ടാക്കാനാ മടവൂർ ശൈഖുന ഞങ്ങളോട് പറഞ്ഞത്. ശൈഖുന ഞങ്ങളോട് പള്ളി ഉണ്ടാക്കാനാ പറഞ്ഞത്. മോൻ സാക്ഷ്യപ്പെടുത്തപ്പോ ഇന്റർനാഷണൽ ബിസിനസ്മാൻ എല്ലാം കൊണ്ടും തരികട, സുഹബയിലും തട്ടിപ്പ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, യഹിയ റോഡസിനെ കൊണ്ടുപോയിട്ടൊരു സുഹബ. ഇവിടെ മശായിഖന്മാരൊന്നുമില്ല, മശായിഖന്മാരെ കാലം കഴിഞ്ഞു, ഏകാംഗ മശായിഖന്മാരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി മുസാവറയാണ്, ഇനി ഷൂറയാണ്, ഇനി സംഘടനയാണ് നമ്മുടെ ശൈഖ് എന്നല്ല ഇന്റർനാഷണൽ ബിസിനസ്മാൻ പറഞ്ഞു. ഷൂറ എത്രേ ഓന്റെ സുഹബ, ഓന്റെ ശൈഖ്. എന്നിട്ട് മുമ്പ് കൊണ്ടുവരിക യഹിയ റോഡസിനെ. അത് നോക്കുമ്പോ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതുന്ന ആളാ, അത് നൂറ്റി ആ സുഹബ പൊളിഞ്ഞി. പിന്നെ വേറൊരാളെ സുഹബ കൊണ്ടുവന്നു, അത് നോക്കുമ്പോഴോ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രചാരകനാ, അതും കാറ്റുപോയി. പിന്നെ ഒരു തീരുമാനിച്ചു, എന്നാ പിന്നെ നമുക്ക് അത് വേണ്ട, ഇതിപ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ ആളെ കൊടുത്തിട്ട് വെറുതെ ടിക്കറ്റിന്റെ പൈസ പോവാന്നല്ലാണ്ട് നമ്മൾ ആരെ കൊടുന്നാലും ഇവരിതാ ഇറങ്ങിയിട്ട് അതൊക്കെ പൊളിച്ച ആൾക്കാരെ മുമ്പിൽ കയ്യിൽ കൊടുക്കുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാ നമ്മൾ തന്നെ സുഹബക്കിരിക്കാൻ. ആരാ? ഞങ്ങളെ സംഘടനയുടെ സമസ്തയുടെ പ്രസിഡന്റ് സുലൈമാൻ മൗലവിയുടെ സീമന്തപുത്രൻ. ആ സുലൈമാൻ മൗലവിക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ മുടിയനായ പുത്രൻ അതാ വരുന്നു, അബ്ദുൽ മജീദ് മൗലവി. സുഹബക്കിരിക്കുക റമദാൻ മാസത്തിലേ. അപ്പൊ പിന്നെ സെക്രട്ടറിയുടെ മോന് കുറവാകാൻ പാടില്ലല്ലോ. അപ്പൊ സെക്രട്ടറിയുടെ മോനും കാരണം മൂപ്പരതിന്റെ മുമ്പേ യഹിയ റോഡസ് വന്നപ്പോ മലമുകളിലേക്ക് ഇങ്ങനെ കയറി ചെവിമങ്ങനെ ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ചിട്ട് കയ്യിലൊരു വടിയും പിടിച്ചിട്ട് നടേ നട വടിപിടിയൻ മുന്നിലും അനുയായികൾ പുറകിലും പോവാണ്. അപ്പൊ ആ സുഹബ പോയി, വടിയായി. അപ്പൊ പിന്നെ തീരുമാനിച്ചെന്ത്, എന്നാ ഞമ്മക്കന്നെ, ഞാനും ഉണ്ടാവുക ഈ ഉണ്ടാവുക, ഞമ്മക്ക് രണ്ടാൾക്കും കൂടി. അതിൽക്ക് ഒരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ. ആ നയൽവാദിയുടെ മോണ്ടല്ല അഹമ്മദ്, ഓനും കൂടി ഒന്ന് കൂട്ടായിരുന്നു. അപ്പൊ പൂർത്തിയായി, കലാശ് സബാഷ്. ആ മുത്തുമണിയും കൂടി അതിലുണ്ടെങ്കിൽ അത് പൂർത്തിയായിരുന്നു. എന്നാലേ ആവുള്ളൂ. കാരണം പിത്തന കമ്പനിക്ക് നിങ്ങൾ എല്ലാവരും അല്ലേ ഉള്ളത്. അപ്പൊ ആ വാരിഥ്യങ്ങളും ആ വിഷയത്തിൽ ഉണ്ടാവില്ല, നല്ലതല്ലേ? ഇനി അടുത്തതിന് മൂപ്പര് എന്തെങ്കിലും മൂപ്പര് അവഗണിച്ച് അതിൽ നിങ്ങൾക്ക് പേരോടിന് നിങ്ങളോടുള്ള അമർഷം മൂപ്പര് എവിടെ പോക്കുമെന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം. എന്തപ്പോ പ്രസിഡന്റ് ആകുന്ന സുലൈമാൻ മൗലവി, സെക്രട്ടറി ആകുന്ന കാന്തോരേപ്പി ഒക്രോലിയർ, ഇതിനേക്കാളൊക്കെ മുസാവറയിൽ ഏതൊരു വിഷയം വന്നാലും കാര്യത്തിന് മുതലക്കുളത്ത് വിശദീകരിക്കാൻ ഞാൻ വേണം. ചേകനൂർ കേസ് വന്നപ്പോൾ ഞാൻ ആണ് ഉണ്ടായിരുന്നത്, മാസപ്രവിവാദം വന്നപ്പോൾ ഞാൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ വിഷയത്തിന് വേണ്ടി മാത്രം എന്നെ ഉപയോഗപ്പെടുത്തുക, എന്റെ മകനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അപ്പൊ ഇനി മൂപ്പരെ നമുക്ക് പ്രതീക്ഷിക്കാം, ആയിക്കോട്ടെ. എന്നിട്ടൊരു സുഹബ നടത്തി, സുബ്ഹാന ജല്ല ജലാലു. ആരാ? റമളാൻ മാസത്തിലൊരു സുഹബ. ആ സുഹബയിൽ ആരാ? മജീദ് ഇരിക്കിയ സുഹബക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ അത് കുട്ടിക്കളിയോ? ഇതാ പൊന്മള പറഞ്ഞത്, ചിരട്ടയിൽ മണ്ണ് വാരിട്ടിട്ടുള്ള കളി. ഒരു ചിരട്ടയില് പുട്ട്, മറ്റേല് കറി, ഇതില് ചോറ്, ഒക്കെ മണ്ണ, ഒക്കെ നിങ്ങളെ ഈ മണ്ണാങ്കട്ട തന്നെ. ഒരുത്തില് മജീദ്, ഇപ്പുറത്ത് ഹക്കീം. എന്നിട്ട് സുഹബക്കിരിക്കുക. എന്നിട്ടോ ആ സുഹബക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ അതിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കയറാം, അപേക്ഷിക്കാം, ഓൺലൈൻ വഴി അപേക്ഷിക്കാം. അത് കിട്ടിയപ്പോ എന്ത് ചെയ്തു? നമ്മളെ ഹസനി ഉസ്താദ് മൂപ്പര സ്വന്തം നമ്പറിന്ന് ഇവർക്ക് ഇങ്ങനെ പറയാം, എന്തൊക്കെ പറഞ്ഞു ഒപ്പിച്ചോക്കണ്, നടക്കൂലത്, ഇത് കുടുങ്ങിയതങ്ങള്, ഇതിങ്ങള് കുഞ്ഞിരായും കുടിക്കില്ല കുടുങ്ങിയത്. കുടുങ്ങേണ്ടത് കുടുങ്ങേണ്ട സ്ഥലത്ത് വെച്ച് കുടുങ്ങേണ്ടടത്ത് കുടുങ്ങിയിട്ടുണ്ട്. ഇനി മേപ്പെട്ടക്കും പോകാൻ പറ്റൂല, താഴത്തേക്കും വരാൻ പറ്റൂല. ഇപ്പൊ നല്ല അസഹനീയമായ വേദനയിലങ്ങളുള്ളത്. ഹസനി ഉസ്താദ് അതിൽ കയറി, കാരണം എല്ലാവർക്കും പബ്ലിക്കായിട്ട് ഇട്ടല്ലേ. ഹസനി ഉസ്താദ് കയറി നോക്കുമ്പോഴത്തേക്ക് ആരും വരുന്നില്ല.
ഇതിങ്ങനെ ഒരു 4, 3, 7 ആയിട്ട് ഇങ്ങനെ കളിക്കുക. പിന്നെ നോക്കുമ്പോൾ ഹസനി ഉസ്താദിനോട് ഒരു മെസ്സേജ് ചെയ്ത് ചോദിക്കണ്, ഒക്കെ വോയിസ് ഞങ്ങളെ കയ്യിലുണ്ട്, ടെക്സ്റ്റ് ഞങ്ങളെ കയ്യിലുണ്ട്. ചോദിക്കുകയാണ്, നമുക്ക് ആളൊന്നും കിട്ടണില്ല, എന്നാ പിന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാരെ റെഡിയാക്കി തരുമോ? ഓ, ഇവിടെ ആള് റെഡിയാണല്ലോ എന്ന് പറഞ്ഞു. കൊടുത്തു, അടുത്ത നമ്പറും കൊടുത്തു, അതിനും കയറ്റി. അങ്ങനെ 6 ദിവസത്തെ സുഹബ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം സുഹബക്ക് വേണ്ടി മസ്ഹൂബായ മജീദ് ചെങ്ങാനി വന്നിരിക്കുക. ഇങ്ങനെ ഒരു കസേരൊക്കെ ഉണ്ടാക്കി ഉഷാറായിട്ട് കുഞ്ഞാപ്പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരൊറ്റ ആളും കാണാനില്ല. അപ്പൊ പറഞ്ഞു, സുഹബക്കുള്ള മസ്ഹൂബെത്തിയിരിക്കുന്നു, സാഹിബീങ്ങളാരും ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ സുഹബ ക്യാൻസൽ. വീണ്ടും ഹസനി ഉസ്താദിന് മെസ്സേജ്, ഉസ്താദ് എന്നാരും വന്നിട്ടില്ല, ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേക്കി, നമുക്ക് നാളെ ശരിയാക്കാം. ആരപ്പോ വരെ ഗ്രൂപ്പ് നിയന്ത്രിക്കണേ? നമ്മളെ ഹസനി ഉസ്താദ്. നിങ്ങളൊരു ഗതികേട്, എന്ത് കേഡർ സെറ്റപ്പാ ചങ്ങായിമാരങ്ങളെ സംഘടനക്കുള്ളത്. അത് ഹസനി ഉസ്താദിന്റെ ഒറിജിനൽ നമ്പർ. ഏത് നമ്പർ? മുതലക്കുളത്ത് നിഴൽവാദി പറഞ്ഞില്ലേ, ഈ നമ്പറിൽ നിന്ന് ആ നമ്പറിലേക്ക്, ആ നമ്പറിൽ നിന്ന് ഈ നമ്പറിലേക്ക് എന്ന് അന്ന് വായിച്ച നമ്പർ ഉണ്ടല്ലോ. അതിന് നമ്മളെ മശായിഖന്മാര് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അരണ ബുദ്ധിയാണ്, ഇത് ബോധം ഉണ്ടാവില്ലല്ലോ. അന്നിങ്ങനെ കേറിയിട്ട് ഇങ്ങനെ വെളിച്ചപ്പാണ്ട വലിയ ഹാലളകല്ലേ. ആ നമ്പർ തന്നെ ഈ നമ്പർ. നിഴൽവാദി ബടായി പൊട്ടിച്ച ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ നിന്ന് ഹസനി ഉസ്താദ് ഇതിൽ ജോയിൻ ആവണ്, ഇതിൽ ജോയിന്റ് ആവണ ഈ നമ്പറിൽ നിന്നാ. അത് കയറി. സുബ്ഹാനല്ലാഹ്, പരിപാടി കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു, സുഹബക്ക് പങ്കെടുത്ത ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ ഹസനി ഉസ്താദിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ഓ, അതെന്തായാലും വേണം, കാര്യപ്പെട്ട സർട്ടിഫിക്കറ്റ് ആണല്ലോ. കരങ്ങളത് ഇത്ര തട്ടിപ്പാണ്, തരികടയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങളെ പണിയെടുത്തത്. അതിനെന്നെ ഞങ്ങളെ പണിയെടുത്തു. അപ്പൊ പറഞ്ഞു, അതിന് 1000 റുപ്യ വേണമെന്ന്. കണ്ടോ നിങ്ങള്, വിഷയം അവിടെയാണ്. അതല്ല പുറത്തിയാടി സാധനോ, 1000 ഉലുവ. അപ്പൊ ഹസനി ഉസ്താദ് അതിനെന്താ കുഴപ്പം, വേഗം 1000 ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അപ്പൊ പറഞ്ഞു, റമളാൻ 27 രാവിനാണ്. ആയിക്കോട്ടെ. അപ്പൊ ഹസനി ഉസ്താദ് പറഞ്ഞു, ഒക്കെ അതിന് വരാൻ പറ്റൂല, എനിക്ക് വേറെ പണികളൊക്കെ ഉണ്ട്, ഞമ്മക്ക് അതിന് പോകാനല്ലോ പണി. അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ പറഞ്ഞേക്കാം, മൂപ്പരത്ത് കൊടുത്താൽ മതി, മൂപ്പര് ഇതിൽ ജോയിന്റ് ആളായാളാ. അപ്പൊ ഹസനി ഉസ്താദും പോയിട്ടില്ല. ഹസനി ഉസ്താദ് പറഞ്ഞേക്കണ പ്രതിനിധി ആ വൈക്ക് പോയിട്ടില്ലാന്ന്. ആകെ 17 ആളുള്ളത്. അതിന് 15ാമത്തെ നമ്പർ ഹസനി ഉസ്താദാ, 16ാമത്തെ നമ്പറോ ഹസനി ഉസ്താദ് പറഞ്ഞ പ്രതിനിധിയാ. അങ്ങനെ ഞാൻ വെറുതെ പറയല്ലത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മളെ ഹസനി ഉസ്താദിന് ഇവരുടെ മസ്ജിദുൽ ഫുത്തൂഹിൽ നടന്ന, ആ ജാമിഉൽ ഫുത്തൂഹിൽ നടന്ന സുഹബക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ്. അത് സുഹബ സർട്ടിഫിക്കറ്റ് വിൽക്കാനുണ്ട്, വരിക വരിക, വേഗം വരിക. നൗഷാദ് ഹസനിക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് അത്. സുബ്ഹാനല്ലാഹ്, ഇതിലെന്താ ഉള്ളതെന്നറിയോ? സുബ്ഹാന ജല്ല ജലാലു. ഇതില് കാണാം, ജാമിഉൽ ഫുത്തൂഹ്, ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ്. എന്നിട്ട് പുറത്ത് സുഹബ ട്രാവലിംഗ് ടു ദി സൂൽ. ഇതിലേക്ക് കൊടുത്തിരിക്കുക ട്രാവലിംഗ് ടു ദി സൂൾ. എന്താ അതിന്റെ അർത്ഥം? ആത്മാവിലേക്കുള്ള, ആത്മീയതയിലേക്കുള്ള, ആത്മാവിലേക്കുള്ള പ്രയാണം അത് നടത്തുക. എന്നിട്ടോ ഷഹാദത്തുൽ ഹുദൂർ, അവിടെ സാന്നിധ്യമരുളി എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ സർട്ടിഫിക്കറ്റിലുള്ളത്. എന്നിട്ട് ഇതിൽ എഴുതിയിരിക്കുകയാണ്, സുബ്ഹാന ജല്ല ജലാലു, ഫതശ്ഹദു അക്കാദമിയത്തുൽ ഫുതൂഹ്. ഈ ഫുതൂഹുൽ അക്കാദമി എന്ന് പറയുന്ന ഈ സംവിധാനം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവരെ മസ്ജിദുൽ ഫുതൂഹിലുള്ളത്. എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? അന്ന ശൈഖ് മുഹമ്മദ് നൗഷാദ് ബിൻ മുഹമ്മദ് മക്കരപ്പറമ്പ് മാലാഫുറം. മറ്റേ മൊഴന്തിന് ഇത് നമ്മൾ വായിച്ചപ്പോ അതെങ്കിലും ആ വാളക്കുളത്തിന് കേട്ടുകൂടെ. എന്നിട്ട് 2 ദിവസം മുമ്പ് ബടായി പൊട്ടിക്കുക, ഹസനി ഉസ്താദ് ചട്ടിപ്പറമ്പിലാണ് താമസിക്കണെന്ന്. എടാ ചങ്ങായി, ഇതിലും മക്കരപ്പറമ്പ് ഞങ്ങൾ പരസ്യമായിട്ട് വായിച്ചില്ലേ? റമളാന്റെ മുമ്പ് ഞങ്ങളെ സാവിയ നടന്ന പരിപാടിയിൽ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ ഹസനി ഉസ്താദിന്റെ മക്കരപ്പറമ്പിൽ വന്ന നിങ്ങളെ ആളുകളുടെ ഫോട്ടോ, മക്കരപ്പറമ്പിലെ വീട്ടിൽ വന്ന ഫോട്ടോ വരെ ഞങ്ങളെ കയ്യിലുണ്ടെന്ന്. അതെങ്കിലും മുഖുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൂടെ? അപ്പൊ ഇയാൾ താമസിക്കുന്നത് മക്കരപ്പറമ്പിലാണ്, എന്നിട്ട് പറയാ ചട്ടിപ്പറമ്പിലാണ്. ഞാൻ താമസിക്കണ എവിടെയെന്ന് അറിയാണ്ട് ഇപ്പൊ കാരണം ഉരുളാണല്ലോ, തൽക്കാലം അവിടെ കെട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഇതിൽ എഴുതിയിരിക്കുകയാണ്, മുഹമ്മദ് അശൈഖ് മുഹമ്മദ് നൗഷാദ് ബിൻ മുഹമ്മദ് മക്കരപ്പറമ്പ് മാലാഫുറം.
എന്നിട്ട് എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? ഖദ് ഹളറ ഫീ ദൗറത്തി സുഹ്ബ അൽ മുൻഅഖിദതി ബിജാമിഇൽ ഫുതൂഹ് ഫീ മദീനത്തിൽ മഅരിഫ. എന്താ എഴുതിയിരിക്കുന്നത്? നോളേജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹിൽ നടന്ന സുഹ്ബയിൽ പങ്കെടുത്തവരാണ് ഈ അശ്ശൈഖ് മുഹമ്മദ് നൗഷാദ് ബിൻ മുഹമ്മദ് നൗഷാദ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്നവർ ജാമിഉൽ ഫുതൂഹിൽ നടന്ന സുഹ്ബയിൽ പങ്കെടുത്തവരാണ് എന്ന സാക്ഷ്യപത്രം. എന്നിട്ട് ഇതിൽ ആരാ ഒപ്പിട്ടിരിക്കുന്നത് കേട്ടോളൂ? മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, ഇമാം വ ഖതീബ് ജാമിഉൽ ഫുതൂഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഇവർ കൊടുത്ത സർട്ടിഫിക്കറ്റാ. ഇനിയോ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഫോട്ടോ നിങ്ങൾക്കൊന്ന് കാണാം. പ്രതിനിധിയെ പറഞ്ഞയച്ചപ്പോ ആ കൊടുക്കുന്ന ആ സർട്ടിഫിക്കറ്റ് മേടിക്കണ ഫോട്ടോ ഒന്ന് വെച്ചു കൊടുക്കുമോനെ, ഒന്ന് വെച്ചു കൊടുക്കും. അണ്ടങ്ങള് ആരാണ് ആ സുഹബക്ക് ഇരുന്ന്? ചെങ്ങായിമാര് രണ്ടെണ്ണം അങ്ങനെ ഇരിക്കുകയാണ്, നിൽക്കുകയാണ്. കണ്ടില്ലെങ്കിൽ മജീദ്, ഉൻ്റെ മജീദോ, ഇത്ര വലിയ കുടിക്കൽ ഇജിന്റെ ജീവിതത്തിൽ ഇതുവരെ പെട്ടുണ്ടാവില്ലല്ലോ. ഇപ്പൊ മജീദിനോട് അഹ്സനി ഗ്രൂപ്പില് എല്ലാ അഹ്സനിമാരും ഇങ്ങനെ ട്രോളോനോട് എന്ത് സുഹബ മജീദ് നടത്തിയത്. നോക്കിയങ്ങള് ഹക്കീം ഇങ്ങനെ നോക്കുക. നമ്മളെ പ്രതിനിധിയാണെങ്കിൽ ഉഷാറായിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ട് മേടിക്കുന്നുണ്ട്. അത് ഫോട്ടോ അല്ലേ? ഫോട്ടോ അല്ലാന്ന്. എടാ, എങ്ങനെയാണ് ഒരു വിഷയം ഉന്നയിച്ചാൽ അതിന് വീഡിയോ ഹാജരാക്കേണ്ടതെന്ന് അതിങ്ങനെ അവിടെ സൂക്കിലേക്ക് ഇറങ്ങുമ്പോഴും കടപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒളിഞ്ഞു നിന്നിട്ട് എടുക്കല്ലടാ. ആൺകുട്ടികളെ പോലെ ഔദ്യോഗികമായ വീഡിയോ മശായിഖന്മാരെ മക്കളൊരു വിഷയത്തിൽ ഇടപെട്ടാൽ ഞങ്ങളത് പൂർത്തീകരിച്ചിരിക്കും. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? കളി ഞങ്ങളോടാ. വരട്ടെ വീഡിയോ, നിങ്ങൾ ഔദ്യോഗിക വീഡിയോ. നിങ്ങൾക്ക് എങ്ങനെ തെളിവ് ഹാജരാക്കേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചുതരാം കേട്ടോ. നിങ്ങള് സൗണ്ട് കൊടുക്കുമോനെ. മുഹമ്മദ് നൗഷാദ് 3 പ്രാവശ്യം പറയട്ടെ. എല്ലാവരുടെ പേരും ഒരു പ്രാവശ്യം പറഞ്ഞു. നൗഷാദ് 2 എണിക്കോളെ 2. മുഹമ്മദ് നൗഷാദ് 3. ആ പേരിങ്ങനെ സങ്കടം അവിടെ പങ്കെടുത്ത മറ്റുള്ള മൊയ്ലിയന്മാരെ പേര് പറയണമാതിരി പറഞ്ഞാ പോരാ. ഇത് മശായിഖന്മാരുടെ വളർത്തുപുത്രനായ കാലഘട്ടത്തിന്റെ അഹ്ലുസുന്നയുടെ ഇതിഹാസമാണ് അഹ്സനി ഉസ്താദ്. പറയടാ പേര് 3 പ്രാവശ്യം. എങ്ങനെയുണ്ട്? പറയിപ്പിച്ചു. 3 പ്രാവശ്യം പേര് പറയിപ്പിച്ചു. അപ്പൊ അഹ്സനിക്ക് കിട്ടിയില്ലേ? അഹ്സനിക്ക് മാത്രല്ല കിട്ടിയത്. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അടുത്ത ശൈഖിന്റെ പേര് ഞാൻ വായിക്കാൻ പോവാ. അടുത്ത ശൈഖിന്റെ പേര് കേട്ടോളേ. ഏതാണ്? അശ്ശൈഖ് മുഹമ്മദ് സഫ്വാൻ ഇബ്നു അബ്ദിസ്സലാം പൂനൂർ. ഇവിടെ ഉണ്ട്. ആ ശൈഖ് ഒന്നുകൊണ്ട് വന്നോട്ടെ. എവിടെ നമ്മളെ സുഹബ സിദ്ധിച്ച ശൈഖ്. എങ്ങനെ ഉണ്ടോ ചെങ്ങായിമാരങ്ങളെ കഥ? ആ ഫോട്ടോ ഒന്ന് വെച്ചു കൊടുക്കുവാനെ. ഞങ്ങളെ രണ്ടാമത്തെ ഇത് ഞങ്ങളെ പരിപാടികളിൽ ഞങ്ങളിവിടുത്തെ LCDയുടെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ക്ലിപ്പും അതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ ഹിദ്മത്ത് ചെയ്യണ ഞങ്ങളെ മോനാ. അഹ്സനി ഉസ്താദിന്റെ വണ്ടിയിൽ പലപ്പോഴും ഡ്രൈവറായിട്ട് പോണേ. അഹ്സനി ഉസ്താദിന്റെ ഡ്രൈവർക്ക് പോലും അശ്ശൈഖ് മുഹമ്മദ് സഫ്വാൻ ഇബ്നു അബ്ദിസ്സലാം പൂനൂര്. സാറാട്ടോ, അതേ ഡ്രസ് തന്നെ. പോയിക്കോ. ഇനി തൽക്കാലം ശൈഖോടെ ചെന്നിരിക്കും, നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാള്. നിങ്ങൾക്ക് തൂങ്ങി ചത്തൂടോ? നിങ്ങൾക്ക് തൂങ്ങി ചത്തൂടെ? നിങ്ങൾക്ക് വെച്ചുകൊടുക്കണം പോലെ കണ്ട. പക്ഷേ അഹ്സനി ഉസ്താദിന്റെ ആ ഇത് കൊടുക്കുമ്പോ കണ്ടില്ല നിങ്ങള്? സഫ്വാൻ ഷെയ്ഖ് മുഹമ്മദ് സഫ്വാൻക്ക് കൊടുക്കുമ്പോ മജീദൊന്നും ഉസാറില്ല. അഹ്സനി ഉസ്താദിന്റെ കൊടുക്കുമ്പോ നോക്കിയ ആ തവാദുയോട് കൂടി നിൽക്കുക. 3 പ്രാവശ്യം പേര് വിളിച്ചല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇനി ഷെയ്ഖ് സഫ്വാൻക്ക് കൊടുക്കണ വെച്ച് കൊടുക്കുമോനെ. അടുത്ത് വെച്ച് കൊടുക്കും. ഒക്കെ ക്ലിപ്പുണ്ട്, ഒക്കെ വീഡിയോസ് ആയതല്ലേ. മുഹമ്മദ് സഫ്വാൻ ഇബ്നു അബ്ദുസ്സലാം. ഒന്ന് മേടിക്ക്. വളരെ ഉഷാറിൽ നിന്ന് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ഹക്കീമൊക്കെ വർത്താനം പറയണ്. ചെന്ത ഈ കുപ്പായിട്ടിട്ട് വന്നതെന്ന് ചോദിക്കുക ഹക്കീം. അല്ല ചെങ്ങായിമാരെ, ആകെ 6 ദിവസത്തെ സുഹബ.
അതിൽ ഒരു ദിവസം ക്യാൻസൽ. അതിൽ വന്നതോ രജിസ്റ്റർ ചെയ്തത് 17 ആള്. അതിൽ ഞങ്ങളെ 2 ആൾ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ്. പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഇനി എത്ര ആളാ വന്ന അല്ലാഹു നമുക്കറിയില്ല. 15 ആളെ നമുക്ക് കൂട്ടുക, നമുക്ക് ഹുസ്നുൽ തന്നെ മതിയല്ലോ. 15 ആള്. ഈ 15 ആൾ ഈ 2 കാര്യപ്പെട്ട ചെങ്ങാനിക്കാരൻ്റെ ഈ ബിസിനസ്മാന്റെ മുമ്പിൽ 5 ദിവസം ഈ 15 ആളുകൾ നിങ്ങളെ മുമ്പിൽ ഇരിക്കുമ്പോ ഇതിൽ നിങ്ങളെ മുന്നിൽ തീരെ ഇരിക്കാത്ത ആള് വന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോ ഇയാൾ നമ്മളെ മുമ്പിൽ ഇരുന്നിട്ടില്ലല്ലോ, ഇയാൾ ഈ വന്നിരിക്കുന്ന വേറൊരാളെ പ്രതിനിധിയായിട്ടല്ല വന്നുള്ളത്, മൂപ്പരും നമ്മളെ പരിപാടിക്ക് വന്നിരുന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കാൻ മാത്രം അന്തെന്ന് പറഞ്ഞത് അടുത്തുകൂടെ പോകാത്ത നിങ്ങൾക്ക് എന്ത് കേഡർ സെറ്റപ്പാ കാന്തപുരം സമസ്തക്കാരെ? ഇതൊക്കെ പൂട്ടിവെച്ച് പിരിച്ചുവിട്ട് വേറെ പണി ആയിക്കൂടെ നിങ്ങൾക്ക് പറ്റിയ പണി പെണ്ണുങ്ങളെ പ്രസവം എടുക്കാൻ പോകല. അതിലുള്ളപ്പോ നിങ്ങൾക്ക് വലിയ വിഷമായത്. പെണ്ണുങ്ങളെ പ്രസവം എടുക്കാൻ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളെ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പ്രസവം അതൊരു രോഗമൊന്നല്ല, പക്ഷേ ആരോഗ്യ സുരക്ഷ, ആരോഗ്യ സംരക്ഷണം അത് പ്രധാനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനിപ്പതാ വല്ലാത്ത വിഷമായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സമയമുണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് സുഹബ കൊണ്ട് ഇവർ കളിച്ച കളി. അള്ളാഹുവിന്റെ ദീന് കൊണ്ട് പന്ത് കളിക്കുക, മശായിഖന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉന്നത മഹത്വത്തോടുകൂടി കാണേണ്ട വിഷയത്തെ കുട്ടിക്കളിയായി കാണുക. എന്നിട്ട് ചോദിക്കുക, എന്നിട്ടുങ്ങൾ ആൾമാറാട്ടം. എന്താ ആൾമാറാട്ടം? നൗഷാദ് പേരെന്നല്ലേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ, ഔദ്യോഗിക നമ്പർ അങ്ങനെ തന്നെയല്ലേ കൊടുത്തിട്ടുള്ളൂ. മുഹമ്മദ് സഫ്വാൻ ശരിയായ പേരെന്നല്ലേ. ഇബ്നു അബ്ദുസ്സലാം പൂനൂരുള്ള ആ കുട്ടിക്ക് ആ സുഹബ കൊടുക്കുമ്പോ ചെങ്ങായി പൂനൂരല്ലേ ഉള്ളത് ഹക്കീമേ? അപ്പൊ അനക്കാവുന്നു ചിന്തിച്ചൂടെ? അപ്പൊ നിങ്ങളെ കേഡർ സെറ്റപ്പിന്റെ ഊക്കെന്താ? അതാ പറഞ്ഞതൊക്കെ പിരിച്ചു വിട്ടിട്ട് വേറെ വല്ല പണി നോക്കിക്കൂട നിങ്ങൾക്ക്, അതല്ലേ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അണികള് ഹാലളകിയിട്ട് കാര്യമില്ല, പിടിക്കും പോയിട്ട്. ഇപ്പൊ സംഘടനാ രംഗത്ത് വലിയ പ്രശ്നം നടക്കുക. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ ചമ്പരത്തിപ്പൂവും കയ്യിൽ വടിയും പിടിച്ചിട്ട് സുഹബ നട്ടിട്ട് നടക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ പ്രസിഡന്റിന് സെക്രട്ടറി മക്കൾ ഞങ്ങൾ ആരും അറിയാണ്ട് ഒരു സുഹബ വേറെ നടത്തുക. എന്നിട്ട് എല്ലാവരും 1000 ഉറുപ്പ കിട്ടുക. അല്ലാഹുവിന്റെ ദീന് നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പണത്തിന് വേണ്ടി ഒന്നിനും മടിക്കാത്ത അത്രയും തരം താഴ്ന്ന വർഗാണ് എന്നുള്ളത് ഇവരെ സംഘടന ഉള്ളിൽ ചർച്ച നടക്കുക. കാരണം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവരുടെ അമർഷം മറ്റൊരു രേഖപ്പെടുത്തുക. എന്താ നിങ്ങൾ മാത്രം അത് എടുക്കണത്? ഞങ്ങൾക്കൊന്നും അതിന്റെ വിഹിതം കിട്ടിയില്ലല്ലോ. അപ്പൊ സുഹബ വെച്ചിട്ടും കായുണ്ടാക്കുക. അപ്പൊ ഇത് മശായിഖന്മാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധല്ല, മടവൂർ ശൈഖുനായിട്ട് ബന്ധല്ല, ബന്ധമുള്ള വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പാക്ക് ബന്ധല്ല എന്ന് വരുത്തി തീർക്കാനും ആ രൂപത്തിലുള്ള ഖിദ്മത്തൊന്നും എടുത്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനോ ശ്രമം നടത്തുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് ഈ ചൊവ്വാൽ ഒരു 1.5 ചൊവ്വാലാണ്.